നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയിൽ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷം. വരിവരിയായി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സിഗ്നൽ പിഴവും സർവീസ് റോഡ് അടച്ചതും പുതുക്കാട് ജംഗ്ഷനിൽ യാത്രാ ദുരിതം. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് നാട്. VS ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്കും അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾക്കും മരണമില്ല. VS അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ധാർമ്മിക മാനദണ്ഡമായിരുന്നു. അഴിമതിക്കെതിരെയും ഭൂമാഫിയക്കെതിരെയും ക്വാറി മാഫിയക്കെതിരെയും പരിസ്ഥിതി നാശത്തിനെതിരെയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ പൊതുബോധത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തായിരിക്കുമ്പോഴും ഒരേ തത്വനിഷ്ഠയോടെ നിലകൊള്ളാൻ കഴിഞ്ഞ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ അഭാവം ഇന്ന് ഒരു വ്യക്തിയുടെ അഭാവമായി മാത്രം അനുഭവപ്പെടാത്തത്. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അധികാരത്തോട് നിരന്തരം ചോദ്യം ചോദിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അഭാവമായാണ് കേരളം അത് അനുഭവിക്കുന്നത്. VSന്റെ വേർപാടിൻ്റെ 1ാം വാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നാടൊന്നാകെ. കഴിഞ്ഞ 35 വർഷമായി നെന്മണിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ചായക്കടയുടെ ചുവരുകളിൽ VSന്റെ കർമ്മപഥത്തിലെ വിവിധ ചിത്രങ്ങൾ കാണാൻ കഴിയും. നിരന്തരം രാഷ്ട്രീയ ചർച്ചകളുടെ വേദിയായ ഇവിടെ കഴിഞ്ഞ 4 വർഷങ്ങളിലായി VSന്റെ ജന്മദിനത്തിൽ പിറന്നാൾ സദ്യ വിളമ്പിയിരുന്നു. ചരമവാർഷിക ദിനത്തിൽ ചായക്കടയിലെത്തിയവർക്കും നാട്ടുകാർക്കും പായസം വിതരണം ചെയ്തും VSന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും ഓർമ്മകൾ പങ്കുവച്ചും ഇവർ പ്രിയ നേതാവിനെ അനുസ്മരിച്ചു. VS ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണെന്ന് മഹാദേവ ചായക്കടയുടെ ഉടമ സന്തോഷ് പറഞ്ഞു. VS മരിച്ച ദിവസമാണ്. അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കണ്ണൊക്കെ നിറയണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ മാത്രമല്ല, ഇത് പുതുതലമുറ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയും, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് പുതിയ തലമുറ വളർന്നു വന്ന് ഈ നാടിന് ആവശ്യമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഒരു കാരണമാവട്ടെ. അപ്പോൾ നമ്മളിത് ഓർക്കുമ്പോഴല്ലേ ആരായിരുന്നു VS എന്ന് കുട്ടികളും ആൾക്കാർ പലപ്പോഴും മറന്നു പോകണല്ലോ പല ആൾക്കാരും. പക്ഷേ VSന് മറക്കാൻ പാടില്ല. VSന് എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു 4 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിറന്നാളിനാണ് ആഘോഷിക്കാറ്. ഈ വർഷം നമ്മൾ അത് ആളെ അനുസ്മരണ ദിനത്തിനായി. കാരണം ഇനിയിപ്പോൾ പിറന്നാളിന് പ്രാധാന്യമില്ല, ആളെ ഓർക്കണം എന്നും. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങൾ പറ്റാവുന്ന കൊല്ലങ്ങളൊക്കെ നമ്മളിത് ചെയ്യും. കാരണം അദ്ദേഹത്തെ മറക്കാൻ നമുക്ക് സാധിക്കില്ല. ജനങ്ങളുടെ ശബ്ദമായി ജീവിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം കേരള രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ പുതുക്കാട് മണ്ഡലത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ പൊതുപ്രവർത്തകനായ KK ചന്ദ്രൻ ഓർത്തെടുത്തു. സഖാവ് VS അച്യുതാനന്ദനെ കുറിച്ച് പറയാനായിട്ട് വാക്കുകളിലെ ആൾ അത്രയും ഈ പുതുക്കാട് മണ്ഡലത്തിൽ തന്നെ ഈ അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ 10.5 ഏക്കറോളം മിച്ചഭൂമി ഉണ്ട്. അത് പിടിച്ച് സംസ്ഥാന സർക്കാരിനെ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അളഗപ്പനർ ESI കെട്ടിടങ്ങൾ ESIകളിൽ ഉച്ചതിരിഞ്ഞ് കേരളത്തിൽ ESI ഒരു ഹോസ്പിറ്റലിലും ഡോക്ടർ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറും ഡോക്ടറുമായിരുന്ന ബീന മാഡത്തിന് ഞാനൊരു നിവേദനം കൊടുക്കുകയും അതിൻ്റെ ഫലമായി ബീന മാഡം അപ്പോൾ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനെ വിളിച്ച് സംസാരിക്കുകയും 3-ാം ദിവസം കേരളത്തിൽ തൃശ്ശൂർ നമ്മുടെ അളഗപ്പനർ ESIയിൽ ഒരു MD പാസ്സായ ഡോക്ടറെ നിയമിക്കുകയും ചെയ്തു. ഇതിലും ഇതുപോലെ വളരെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരു നേതാവിൻ്റെ വിയോഗം മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം കൂടിയാണ്
VSന്റെ വേർപാട്. ലാളിത്യവും സത്യസന്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമാണ് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ അനശ്വരനാക്കിയത്. VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. VS എന്ന ദ്വയാക്ഷരം കേരളത്തിൻ്റെ ശബ്ദമായിരുന്നു. അധികാരത്തേക്കാൾ ആശയങ്ങൾക്ക് വില നൽകിയ മനുഷ്യൻ. തൊഴിലാളികളുടെ വിയർപ്പിനും കർഷകൻ്റെ അധ്വാനത്തിനും വില നൽകി അവരുടെ ശബ്ദമായി ജീവിച്ച മനുഷ്യൻ. അതെ, VSനെ നമുക്ക് മറക്കാനാകില്ല. VS ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും പോരാട്ടവീര്യവും വരും തലമുറകൾക്കും പ്രചോദനമാകട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. KSKTU കൊടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. KJ ഡിക്സൺ, പ്രവീണ മനോജ്, യൂണിയൻ ഏരിയ സെക്രട്ടറി EK അനൂപ്, പ്രസിഡന്റ് NM സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വരിവരിയായി റോഡ് മുറിച്ച് കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 7-ന് പിള്ളത്തോട് പാലത്തിന് സമീപമാണ് സംഭവം. 36 തോട്ടത്തിൽ നിന്ന് പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടത്തിലാണ് കുട്ടിയാനയടക്കം 6ഓളം ആനകൾ ഉണ്ടായിരുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ സുരക്ഷിതാകലം പാലിച്ച് നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലപ്പിള്ളി മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലി പോലും ബാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നവർ വലിയ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി വനാതിർത്തി മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പെട്രോളിംഗും ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാട്ടാനശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാതയിലെ പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതോടെ യാത്രാ പ്രതിസന്ധി രൂക്ഷമായി. സിഗ്നൽ സംവിധാനത്തിലെ അശാസ്ത്രീയതയും സർവീസ് റോഡുകൾ മുന്നറിയിപ്പില്ലാതെ അടച്ചുകെട്ടിയതുമാണ് പ്രതിസന്ധിയായത്. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആമ്പല്ലൂരിലെ അടിപ്പാത പൂർത്തിയാവുകയും പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും ചെയ്തതോടെയാണ് അടുത്ത ജംഗ്ഷനായ പുതുക്കാട് മേൽപ്പാലം പണി ആരംഭിച്ചത്. 8 സ്പാനുകളിലായി 5.5 മീറ്റർ ഉയരത്തിലുള്ള മേൽപ്പാലമാണ് പുതുക്കാട് വരുന്നത്. KSRTC സ്റ്റാൻഡിന്റെ വടക്കുവശം മുതൽ കുറുമാലി ക്ഷേത്രം വരെ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലാണ് പാലം. നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി സിഗ്നൽ സംവിധാനത്തിൽ വരുത്തിയ മാറ്റം അശാസ്ത്രീയമാണെന്നാണ് പരാതി ഉയരുന്നത്. സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം 4000 പേർ ദേശീയപാതയിലൂടെ ഇരുവശത്തേക്കും കടക്കുന്നുവെന്നാണ് അതോറിറ്റിയുടെ ഏകദേശ കണക്ക്. പ്രധാന പാതയിൽ സിഗ്നൽ സമയം കൂട്ടുകയും റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞൂർ ഭാഗങ്ങളിൽ നിന്നും പ്രധാന പാതയ്ക്ക് കുറുകെ കടക്കുന്നതിന് സമയം കുറയ്ക്കുകയും ചെയ്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് റോഡ് കുറുകെ കടക്കാൻ തീരെ സമയം ലഭിക്കുന്നില്ല. ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആശങ്ക. അശാസ്ത്രീയമായ ഒരു സിഗ്നൽ സംവിധാനമാണ് വർഷങ്ങളായിട്ട് ഇവിടെയുള്ളത്. ഈ അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് മണ്ണമ്പറ്റ ചുങ്കം റോഡിൽ നിന്നും കടന്നു വരുന്ന ആൾക്കാരുകൾക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ വളരെ സമയം കുറവും അതുപോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട ക്യൂവും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ബസ് ഇവിടെ നിന്നും വിട്ടിട്ട് ഇവിടെ ഈ സിഗ്നൽ സംവിധാനത്തിന്റെ നടുവിലാണ് കൊണ്ടു നിർത്തുന്നത്. ഇത് കൊണ്ടു നിർത്തുമ്പോൾ ആ സൈഡിൽ നിന്ന് ഈ ഇരുവശത്തു നിന്നും കടന്നു വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. പോരാതെ കാൽനട യാത്രക്കാർക്ക് കടക്കാനായിട്ട് ഒരുവിധ സംവിധാനവും ഇല്ല. ഇവിടെ നമ്മുടെ അധികാരികൾ, അതായത് പോലീസ് സംവിധാനം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് വേണ്ടപ്പെട്ടവർ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതിരാവിലെ വിദ്യാർത്ഥികൾ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ സമയത്തെങ്കിലും ഇവിടെ ഒരു പോലീസിനെ ഉപയോഗിക്കാനോ പോലീസ് സംവിധാനത്തിനെ ഇവിടെ ട്രാഫിക് സംവിധാനം കൊണ്ടുവരാനോ ഇവിടെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നും ആമ്പല്ലൂർ പോണ വഴിക്ക് നമ്മുടെ സർവീസ് റോഡ് പൂർണ്ണമായും അടച്ചു കെട്ടിയിരിക്കുകയാണ്.
പൂർണ്ണമായി അടച്ചു കെട്ടിയത് കാരണം ഇവിടുന്ന് വിദ്യാർത്ഥികൾക്ക് ആമ്പല്ലൂർ, കേളി, അതുപോലെ തന്നെ നെന്മണിക്കര എന്ന ഭാഗത്ത് നടന്നു വരുന്ന ആൾക്കാർക്ക്, സൈക്കിളുമ്പോൾ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊന്നും ഒരു തരത്തിലും അങ്ങോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. പോരാത്തതിന് അവിടെ ബാങ്കുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പഞ്ചായത്തുണ്ട്. ഇവിടേക്കൊന്നും കടന്നു പോകാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമാണ്. പുതുക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ സർവീസ് റോഡ് പൂർണ്ണമായും അടച്ചുകെട്ടിയതും പ്രതിസന്ധിയായി മാറി. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രി, ബാങ്ക്, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത തരത്തിലാണ് റോഡ് പൂർണ്ണമായും അടച്ചുകെട്ടിയത്. മുന്നറിയിപ്പില്ലാതെയും ബദൽ സംവിധാനം ഒരുക്കാതെയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണവും പഠനവും നടത്തി ശാസ്ത്രീയമായ സംവിധാനങ്ങളോടെയാകണം പുതുക്കാട് ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടത്തേണ്ടതെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. പുതുക്കാട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്കകളും അവ്യക്തതകളും പരിഹരിക്കുമെന്ന് നാഷണൽ ഹൈവേ അധികൃതർ വ്യക്തമാക്കിയതായി പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. മേൽപ്പാലത്തിന്റെ അന്തിമ രൂപരേഖയുടെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. പുതിയതായി ഉള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ പുതുക്കാട് സന്ദർശിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലും ചർച്ച നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, സൈറ്റ് എഞ്ചിനീയർ എ അരവിന്ദ് എന്നിവരുമായിട്ടാണ് വിശദമായ ചർച്ച നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് കെ ജെ ജോജു എന്നിവർ അറിയിച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. നിയമങ്ങളും കടുത്ത ശിക്ഷാ നടപടികളും കൊണ്ട് മാത്രം ഡ്രൈവിംഗ് സംസ്കാരം മാറ്റാനാവില്ലെന്നും റോഡുകൾ ജനാധിപത്യപരമായി ഉപയോഗിക്കാനുള്ള ബോധവൽക്കരണമാണ് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് AI ക്യാമറ പരിശോധനകളും പിഴ ഈടാക്കലും തടസ്സമില്ലാതെ തുടരും. തകരാറിലായ ക്യാമറകൾ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കാനും ചർച്ചകൾ നടക്കുകയാണ്. അതിനിടെ വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനത്തിന് പിഴയിട്ട സംഭവത്തിൽ ഉണ്ടായത് അമിത ആവേശമാണെന്നും വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റോഡ് സുരക്ഷ വിദ്യാലയ തലത്തിൽ തന്നെ എത്തിക്കുന്നതിന്റെ ഭാഗമായി 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രീ ലൈസൻസ് ട്രെയിനിംഗ് ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതി തയ്യാറാക്കി വരികയാണ്. +2 പരീക്ഷ കഴിയുന്നതോടെ കുട്ടികൾക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. കൂടാതെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ 10 മുതൽ 15 മിനിറ്റിനകം ആംബുലൻസ് ലഭ്യമാക്കുന്ന സഹായ ശൃംഖല ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി വകുപ്പിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. അതിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കാണ്. പ്രതിമാസം 3.81 കോടി യാത്രകൾ നടക്കുന്ന പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി മൂലം സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാനും പരിഹരിക്കാനുമായി പ്രത്യേക സമിതി രൂപീകരിച്ച് സെറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലാടിസ്ഥാനത്തിൽ KSRTC ഡിപ്പോകളുടെ വികസന ഏകോപനത്തിനായി MLAമാർ അധ്യക്ഷന്മാരായി ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. പ്രതിദിനം 940ഓളം ബസ്സുകൾ കടന്നുപോകുന്ന തൃശൂർ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കരാർ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി 40 പേരിൽ നിന്നായി 12 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമുള്ള മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ. കമ്പനി CEO ഇരിങ്ങാലക്കുട സ്വദേശി പുത്തൂർ ഐനിക്കൽ ലിയോ ജോർജ്, ഡയറക്ടർമാരായ ആമ്പല്ലൂർ കുറുമ്പാടൻ വീട്ടിൽ കൃഷ്ണപ്രസാദ്, ഇരിങ്ങാലക്കുട കളവീട്ടിൽ KG ശരത് എന്നിവർക്കെതിരെയാണ് പരാതി. ലിയോ, കൃഷ്ണപ്രസാദ് എന്നിവരെ എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശരത് ഇപ്പോഴും ഒളിവിലാണെന്ന് നിക്ഷേപകർ പറയുന്നു. 2021 മുതൽ സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെയാണ് ഇവർ നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത്. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു വീടും പൂർത്തിയാക്കിയിട്ടില്ല. പൈസ മുൻകൂട്ടി വാങ്ങിയിട്ടും പണി പൂർത്തിയാക്കിയില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. വീടുപണി വൈകുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ഭീഷണിപ്പെടുത്തി ഒളിവിലായതായും പറയുന്നു. നിലവിൽ വ്യത്യസ്ത കേസുകളിലായി പല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഒറ്റ കേസായി പരിഗണിക്കണമെന്നും കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പരാതിക്കാരുടെ പ്രതിനിധികളായ NR കലാധരൻ, അനൂപ്, ഡാനിഷ് P ഡേവിസ്, സുജിത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തൂക്കുവിളക്കുകളും പാത്രങ്ങളും നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ട് ഉരുളികളും ഉൾപ്പെടെ
ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത്. പ്രധാന ശ്രീകോവിൽ തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ജീവനക്കാരുമാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമ്മളിന്ന് രാവിലെ പുലർച്ചെ ഒരു 4:30-5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രം തുറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊന്നും കാണാതായത്. അപ്പോൾ പരിശോധിച്ച സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ ഉപദേവ ക്ഷേത്രങ്ങളിൽ എല്ലാത്തിൽ നിന്നും വിളക്കുകളും അതുപോലെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ ഏകദേശം 2 ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമ്മളിന്ന് കളവ് പോയിട്ടുണ്ട്. വിളക്കുകളാണ് കൂടുതലും പോയിക്കൊണ്ട് തൂക്കുവിളക്കുകൾ, ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റിട്ടായിരുന്ന വലിയ വലിയ തൂക്കുവിളക്കുകളെല്ലാം തന്നെ കളവ് പോയിട്ടുണ്ട്. അതേപോലെ പാത്രങ്ങൾ, നിത്യേന ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൈകുന്നേരം നമ്മൾ കമത്തി വയ്ക്കാറുണ്ട് പതിവ്. ആ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് കളവ് പോയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 5 മണിയോടെ നമ്മളിത് അറിയാൻ സാധിച്ചത്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പാർക്ക് 26 എന്ന പേരിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ശാസ്ത്ര മാതൃകകളുടെയും പരീക്ഷണങ്ങളുടെയും പ്രദർശനം മേളയുടെ പ്രധാന ആകർഷണമായി മാറി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പാർക്ക് 26 എന്ന പേരിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ശാസ്ത്ര മാതൃകകളുടെയും പരീക്ഷണങ്ങളുടെയും പ്രദർശനം മേളയുടെ പ്രധാന ആകർഷണമായി. ശാസ്ത്രബോധവും സർഗാത്മക ചിന്തയും വളർത്തുന്നതിന് പ്രചോദനമാക്കുന്ന നിരവധി പ്രദർശനങ്ങളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത്. റിട്ടയർഡ് അധ്യാപിക ലത അജിത് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ചെയർപേഴ്സണും സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ കെ രമാദേവി അധ്യക്ഷയായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ സന്ദേശ പ്രഭാഷണവും രാമായണ പാരായണവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. അധ്യാപകരായ കെ സുമ, കാവ്യ മുകുന്ദൻ, PB സിനി, NV സുനിത, അനുശ്രീ അയ്യപ്പൻ, കെ കൃഷ്ണപ്രഭ എന്നിവർ പ്രസംഗിച്ചു. പാലക്കൽ സെന്ററിൽ റോഡ് പണി നടത്തുന്ന സ്ഥലത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലായി. കരുവന്നൂർ സ്വദേശി കൊച്ചാത്ത വീട്ടിൽ സോഹിൻ, കോഴിക്കോട് തോടന്നൂർ സ്വദേശി നിധിലാലയം വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പാലക്കൽ സെന്ററിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് ഹരിദാസിനെ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയായിരുന്നു. സോഹിൻ ഇരിങ്ങാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI മൗഷമി, ഗ്രേഡ് SCPO സിൻഡി, CPOമാരായ അർജുൻ, ടെസ്മോൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂരിൽ AISF നടത്തിയ DEO ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കലാലയങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ പത്രിക മാർച്ച്. AISF ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാലസ് റോഡിലെ DEO ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന ധർണ AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P കബീർ ഉദ്ഘാടനം ചെയ്തു. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷത്തിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി. കോളേജ് ഗവേണിംഗ് കൌൺസിൽ ചെയർമാൻ മോൺസിനോർ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. ഗവേണിംഗ് കൗൺസിൽ സെക്രട്ടറി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട, PT പ്രസിഡന്റ് CS കൃഷ്ണമണി, NP സെബി, CJ സിൻഡോ, സിനോ ഫ്രാൻസിസ്, PG മനോജ്, KJ സിജോയ്, CV വിപിൻ, T ലിൻഡോഷ് ജോൺ, KV ഡെൽവിൻ, റിൻജോ പോൾ, റോയ്സൺ വർഗീസ്, ജെയിൻ ജോൺ എന്നിവർ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ M രാമചന്ദ്രൻ നയിച്ചു. മറ്റത്തൂർ GLPS പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10-ന് നടക്കും. KK രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യാതിഥിയായിരിക്കും. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ നേതൃത്വം വഹിക്കും. അന്നേ ദിവസം വിശേഷാൽ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു.
നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 30 രാവിലെ 10:30 പൂത്തോൾ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഫോൺ 0487 2366643. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയും രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര അഴകത്ത് കാവുങ്ങൽ ആൻഡു അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ പച്ചളിപ്പുറം നടക്കലാൻ ലില്ലി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കൊച്ചപ്പനാണ് ഭർത്താവ്. പോൾ, ജോയ്, ബേബി എന്നിവർ മക്കളും മേഴ്സി, ജേക്കബ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പിള്ളി തെറ്റയിൽ കുഴിയാനി TM വർഗീസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 12 പൂമല പീറ്റ് ഗാർഡൻ സെമിത്തേരിയിൽ. പൊന്നമ്മയാണ് ഭാര്യ. വീനസ് മകനും ജ്യോതിസ് മരുമകളുമാണ്. മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപിക നന്ദിക്കര തെക്കൂട്ട് പരേതനായ രാമൻകുട്ടി മേനോൻ ഭാര്യ രുക്മാവതി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശംഭു, പരേതനായ ജയദീപ് എന്നിവർ മക്കളും അശ്വതി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി BS അച്യുതാനന്ദന്റെ സ്മരണയിൽ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷം. വരിവരിയായി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സിഗ്നൽ പിഴവും സർവീസ് റോഡ് അടച്ചതും പുതുക്കാട് ജംഗ്ഷനിൽ യാത്രാ ദുരിതം. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.